എല്ലാ കൂട്ടുകാർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് മാമ്പഴത്തിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നമുക്ക് നേരെ രേവതിയുടെ സച്ചിയുടെ ഇന്നത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ. അങ്ങനെ ഇന്നത്തെ വിശേഷത്തില് രേവതി രാവിലെ തന്നെ കോലമൊക്കെ വരയ്ക്കുകയാണ്. അപ്പൊ നമ്മുടെ പഴയ രേവതിയൊക്കെ മാറിയിട്ടോ. രേവതിയുടെ സ്ഥാനത്ത് ഇപ്പൊ പുതിയ രേവതിയാണ് വന്നിരിക്കുന്നത്. അപ്പം അങ്ങനെ അവള് കോലമൊക്കെ ഇടുവാണ്. കോലമൊക്കെ ഇട്ടതിന് ശേഷം നേരെ അകത്തേക്ക് കയറി വരുവാണ്. അകത്ത് കയറി വരുമ്പോൾ സച്ചി നല്ല ഉറക്കത്തിലാണ്. അങ്ങനെ സച്ചിയുടെ ഉറക്കം കണ്ടപ്പോ തന്നെ രേവതി ഓർത്തു, ഇതെന്ത് പറ്റി, ഇതുവരെയായിട്ട് എഴുന്നേക്കാത്ത? ഈ സമയം സച്ചി ഉറക്കത്തിൽ കിടന്ന് ചിരിക്കുന്നുണ്ട്. സച്ചിയായിട്ടാന്ന് പറഞ്ഞ് വിളിക്കുകയാണ്. വിളിച്ചിട്ടൊന്നും സച്ചി എഴുന്നേറ്റില്ല. പിന്നീട് എന്നിട്ട് അടുത്തേക്ക് അങ്ങ് എഴുന്നിട്ട് കുലിക്ക് അങ്ങോട്ട് വിളിക്കുകയാണ്. കുലിക്ക് വിളിച്ചപ്പോ സച്ചി പതുക്കെ കണ്ണു തുറന്നു നോക്കി. പിന്നീട് രേവതി ഇങ്ങ് എഴുന്നേക്കുവാണ്. അപ്പൊ രേവതി ചോദിച്ചു, നീ എന്താ രാവിലെ ഇവിടെ കിടന്ന് വന്ന് അലർന്നേന്ന് ചോദിക്കുക. സച്ചിയുടെ എഴുന്നേക്ക്, സമയം പോയി. സച്ചിയുടെ ഓട്ടം ഉള്ളല്ലേന്ന് ചോദിക്കുക. പിന്നെ ഓട്ടം. സച്ചി ആദ്യം കാണുന്ന പോലെ ഇങ്ങനെ രേവതിനെ നോക്കുവാണ്. ഇന്ന് നിന്നെ കാണാൻ പതിവിലും കൂടുതൽ സുന്ദരിയായിട്ടുണ്ടല്ലോ എന്ന് ചോദിക്കുക. ഒന്ന് പോ സച്ചിയേട്ടാ, സത്യമായിട്ടുള്ള കാര്യം ഞാൻ പറഞ്ഞല്ലേ, അതെന്താ തെറ്റായി പോയെന്ന് ചോദിക്കുക. പിന്നെ അങ്ങനെയൊന്നുമില്ലെന്ന് പറഞ്ഞ് രേവതിക്ക് ആകെ ഒരു നാണം അങ്ങോട്ട് വരികയാണ്. ഈ സമയം സച്ചി പതുക്കെ അങ്ങോട്ട് എഴുന്നേറ്റു. അല്ല, സച്ചിയോട് ചോദിച്ചു, സച്ചിയേട്ടൻ എന്താ കണ്ടോണ്ടിരുന്നേ? ഭയങ്കര ചിരിയായിരുന്നല്ലോ. അതെ, ഞാൻ ഉറക്കത്തിലൊരു സ്വപ്നം കണ്ടാന്ന് പറയാ, അതാ ചിരിച്ചെന്ന് പറയാ. ഉറക്കത്ത് സ്വപ്നോ? എന്ത് സ്വപ്നം? അല്ല, അത് പിന്നെ ഞാന് കാര്യം പറ. അതെ, ഞാൻ കാറ് വർക്ക്ഷോപ്പിൽ നിന്ന് ഇറക്കുന്ന സ്വപ്നം കണ്ടേ. അതാണോ ഇത്ര വലിയ കാര്യം? ഞാൻ ഓർത്ത് എന്നെ കുറിച്ച് കണ്ടതായിരിക്കുന്നു. ഓ, അങ്ങനെയാണോ? അതെ, ഞാൻ ബാക്കിയും കൂടെ പറയട്ടെ എന്ന് പറയാണ്. രേവതി പിണക്ക ഭാവം കൂടെ അഭിനയിക്കുകയാണ്. അല്ല, ബാക്കി എന്താ? അതൊക്കെ ഞാൻ പറയാം. അങ്ങനെ വർക്ക്ഷോപ്പിൽ നിന്ന് കാർ എടുത്ത് ഞാനും കൂടെ ഓട്ടം പോവാണ്. ആ സമയത്താണ് നിന്റെ കോള് വരുന്നത്. എന്നിട്ടോ നീ വിളിച്ചിട്ട് എന്നോട് പറയാ, പറ, കാര്യം പറ. നീ വിളിച്ചിട്ട് എന്നോട് പറയാ നീ ഗർഭിണിയാന്നുള്ള കാര്യം. ഗർഭിണിയാന്നാ? അതെ. ഞാൻ അത് കേട്ടതും ഓട്ടം പോലും ക്യാൻസൽ ചെയ്ത് ഓടി ഇങ്ങോട്ട് വരുക. ഇങ്ങോട്ട് വന്നിട്ടുള്ള കാര്യം ഞാൻ പറയാം. പിന്നീട് സച്ചു, അല്ലേ വേണ്ട, പറഞ്ഞാൽ ശരിയാവത്തില്ല, അത് ഞാൻ കാണിച്ചു തരാന്ന് പറയണം. ഒരു കാര്യം ചെയ്യാം, നീ ഇവിടെ നിൽക്ക്, ഞാൻ അങ്ങോട്ട് കയറി വരുക. പിന്നീട് സച്ച വാതിലിന്റെ അങ്ങോട്ട് ചെന്നു. രേവതി എന്നും വിളിച്ചോണ്ട് ഓടി അങ്ങോട്ട് വരുവാണ്. എന്നെ സച്ചേട്ടാന്ന് വിളിച്ചോണ്ട് രേവതി അങ്ങോട്ടും ചെല്ലുവാണ്. ഞാൻ കേട്ട സത്യമാണോ, വിശ്വസിക്കാമെന്ന് ചോദിക്കുക. അതേന്ന് പറയാണ്. ഇത് കേട്ട ഉടനെ സച്ചി രേവതിയുടെ അടുത്തുനിന്ന് വട്ടം കറക്കുവാണ്. ഇതെന്താ സച്ചിയേട്ടാ കാണിക്കുന്നേ? എന്നെ നിലത്ത് നിർത്താൻ പറയാ. ഇതേ, ഇത് മാത്രല്ല, ഇനിയും ഞാൻ സ്വപ്നത്തിൽ കുറെ കാര്യങ്ങൾ കണ്ടായിരുന്നു പറയണേ. ഇനിയും കണ്ടായിരുന്നോ? ഒരു കാര്യം ചെയ്യാം, ഇപ്പൊ തൽക്കാലത്തേക്ക് അതൊന്നും പുറത്തെടുക്കണ്ടെന്ന് പറയാ. അതെ, കണ്ടത് സ്വപ്നമല്ലേ, അല്ലാതെ ഒറിജിനലൊന്നും അല്ലല്ലോ. ഇത് കേട്ടപ്പോ സച്ചി പറഞ്ഞു, അതെ, സ്വപ്നവും ഞാൻ കണ്ടേ, പക്ഷെ എനിക്ക് സ്വപ്നം ഒന്നും കൂടെ വിശ്വസിക്കാൻ പറ്റുന്നില്ല എന്ന് പറയാ. ഓ, അങ്ങനെയാണല്ലേ, എന്നാ ഒരു കാര്യം ചെയ്യാ, എന്നാ ഇനി അതും കൂടെ ഒറിജിനൽ ആക്കാൻ പറയാണ്. മനസ്സിലായെന്ന് പറഞ്ഞ് സച്ചി ഒരു ആക്കിയൊരു ചിരിയൊക്കെ ചിരിക്കുകയാണ്. അതെ, എന്റെ മോൻ ഈ കൂടുതൽ കിടന്ന് കൊഞ്ചണ്ട കേട്ടോ. അതെ, ഇവിടെ ഇരിക്കെ, ഞാൻ പോയി ഫുഡൊക്കെ റെഡിയാക്കട്ടെ എന്ന് പറയാം. ഇന്ന് ഓട്ടം പോകാനുള്ള അല്ലേന്ന് ചോദിക്കും. അതെ, ഇന്നത്തെ ഓട്ടം ക്യാൻസൽ ചെയ്തേക്കുമെന്ന് പറയാം. ഇന്ന് ഓട്ടം ഇല്ലെന്ന് പറയാം. ഓ, രക്ഷപ്പെട്ടു, എന്നാൽ കുറച്ച് സമയം സച്ചിയാന്റെ അടുത്ത് ഇരിക്കാലോ എന്നൊരു സന്തോഷം രേവതിയുടെ മനസ്സിലുണ്ടാവുക. അമ്പടി കള്ളി, അപ്പൊ ഞാനിവിടെ ഇരിക്കുന്ന ഇഷ്ടമല്ലേന്ന് ചോദിക്കും. അത് പിന്നെ അങ്ങനെയല്ല സച്ചിയേട്ടാ, സച്ചിയാണ്ട് ഇവിടെ ഉള്ളതാ എനിക്കിഷ്ടം എന്ന് പറയണം. ശരി ശരി എന്ന് പറഞ്ഞിട്ട് സച്ചി അങ്ങ് വീണ്ടും അങ്ങോട്ട് കയറി കിടക്കുവാണ്. ഈ സമയത്ത് ചന്ദ്രമതി അവിടെ നിൽക്കുന്ന സമയത്താണ് അങ്ങോട്ട് രണ്ടുപേര് കടന്നു വരുന്നേ. അവര് വന്നപ്പോ ചന്ദ്രമതി, ആരാ, എന്താ? അല്ല, മനസ്സിലായില്ലേന്ന് ചോദിക്കും. ഇല്ല, മനസ്സിലായില്ല, ഞങ്ങള് ഫൈനാൻഷ്യൽ ഓഫീസിൽ നിന്ന് വരുവാന്ന് പറയണം. ഇത് കേട്ടോ ചന്ദ്രമതിയുടെ ഉള്ളൊന്ന് കാളി. അത് കസ്റ്റമർ ദൈവമാന്നല്ലേ പറഞ്ഞേ, അതുകൊണ്ട് ഇങ്ങോട്ട് വന്ന് കണ്ടേക്കാന്ന് വെച്ചെന്ന് പറയാം. പെട്ടെന്ന് ചന്ദ്രമതിക്ക് എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. ചന്ദ്രമതി, അല്ല, നിങ്ങൾ എന്തിനാ വന്നേന്നോ? നിങ്ങൾ പലിശ അടച്ചില്ല, അപ്പൊ പലിശ മേടിക്കണ്ടേ, അതുകൊണ്ട് വന്നാന്ന് പറയാം. നിങ്ങൾ അങ്ങോട്ട് വന്നില്ലെങ്കിൽ ഞങ്ങൾ ഇങ്ങോട്ട് പറഞ്ഞല്ലോ എന്ന് പറയാം. അതെ, ഒരു കാര്യം ചെയ്യുക, നിങ്ങൾ ഇപ്പൊ പോയിക്കോ, ഞാൻ അങ്ങോട്ട് പലിശ കൊണ്ട തന്നേക്കാന്ന് പറയാം. അതെ, അങ്ങനെ ഞങ്ങളെ അങ്ങോട്ട് പറഞ്ഞു വിടാൻ നോക്കണ്ട, പലിശ കിട്ടാതെ ഞങ്ങൾ പോകത്തില്ലെന്ന് പറയാം. തരാന്ന് പറഞ്ഞല്ലോ, തരില്ല എന്ന് പറഞ്ഞില്ലല്ലോ. ഈ സമയത്തെല്ലാം ചന്ദ്രമതി അകത്തേക്ക് ഇങ്ങനെ പാളിപ്പാളി നോക്കുന്നുണ്ടായിരുന്നു. അകത്ത് ഇനിയിപ്പോ രവീന്ദ്രനുണ്ട്. രവീന്ദ്രൻ എങ്ങാനും പുറത്തേക്ക് വന്ന അതോടുകൂടി തീർന്നു, കാര്യമൊക്കെ ഒരു തീരുമാനവും. ദൈവമേ, എന്ത് ചെയ്യും? അത് നിങ്ങൾ എത്രയും പെട്ടെന്ന് പോ. അതാ ഞങ്ങളെ ഓടിച്ചു വിടാൻ ഇത്ര ധൃതിയായെന്ന് ചോദിക്കും. അതല്ല, അപ്പൊ അതിൽ ഒരാൾ പറഞ്ഞു, ഞങ്ങൾക്ക് കുറച്ച് വെള്ളം കുടിക്കാൻ തരുമെന്ന് ചോദിക്കുക. വെള്ളമോ? അതൊക്കെ നിങ്ങൾ പോകുന്ന വഴിക്ക് കുടിച്ചാൽ മതി. ഇതെന്താ വെച്ചാൽ ഇങ്ങനെയൊക്കെ പറയണേ. അവസാനം ചന്ദ്രമതി വെള്ളം കൊടുക്കാന്ന് പറഞ്ഞു. അത് നിങ്ങൾ അവിടെ നിന്നാ മതി എന്ന് പറയാ. പക്ഷെ അപ്പോഴാണ് രവീന്ദ്രൻ അങ്ങോട്ട് വരുന്നത്. രവീന്ദ്രൻ പറഞ്ഞു, ഇതെന്താ നിങ്ങൾ ഇവിടെ തന്നെ നിൽക്കുന്നത്, അകത്തേക്ക് കയറിയിരിക്കാൻ പറയണം. അങ്ങനെ അവരകത്തേക്ക് കയറിയിരുന്നു. അങ്ങനെ കയറിയിരിക്കുമ്പോഴാണ് വെള്ളവുമായിട്ട് അങ്ങോട്ട് ചന്ദ്രമതി വരുന്നത്. ചന്ദ്രമതിയോട് ചോദിച്ചു, ഇവരാരാന്ന് ചോദിക്കുകയാണ്. ചന്ദ്രമതി പതുക്കെ പറഞ്ഞതേ, വാടക വീട് അന്വേഷിച്ച് വന്നാന്ന് പറയാം. ഓ, അങ്ങനെയാണല്ലേ.
പിന്നീട് രവീന്ദ്രൻ അവിടെ ഇരുന്നിട്ട് ചോദിച്ചു, അല്ല നിങ്ങളുടെ വീട് എവിടെയാ? ഇവിടെ അടുത്ത് തന്നെയാന്ന് പറയണ. അടുത്ത് തന്നെയോ? ആഹാ, എന്നിട്ട് പിന്നെ നിങ്ങൾ എന്തിനാ വാടക വീട് അന്വേഷിക്കുന്നത്? വാടക വീടോ? അവർക്കൊന്നും മനസ്സിലായില്ല. പെട്ടെന്ന് രവീന്ദ്രൻ പറഞ്ഞു, അവിടെ ഒരു വീട്, ഇവിടെ ഒരു വീട്, അടുത്തടുത്ത് എന്തിനാ വീട്? രവീന്ദ്രൻ ഒന്നും മനസ്സിലായില്ല. രവീന്ദ്രൻ അങ്ങനെ കണക്ക് കൂട്ടിക്കൊണ്ടിരിക്കുക. ഈ സമയത്ത് അവന്മാർക്കും കാര്യം എന്താന്ന് മനസ്സിലായില്ല. പെട്ടെന്ന് ചന്ദ്രമതിക്കാണ് വല്ലാത്തൊരു വീർപ്പുമുട്ടില്ല. ഇവന്മാരെങ്ങനെ സത്യം തുറന്നു പറയാം. ചന്ദ്രമതി കൈയും കൊണ്ട് കാണിച്ചു, നിങ്ങൾ പൊക്കോ, ഇച്ചിരി ലേശം ഇച്ചിരി പ്രശ്നമുള്ള രീതിക്ക്. ഇത് കേട്ട് കഴിഞ്ഞപ്പോൾ അവന്മാര് വെള്ളം പോലും കുടിക്കാതെ ഇറങ്ങി ഓടുവാണ്. രവീന്ദ്രൻ ചോദിച്ചു, അതെന്താ ചന്ദ്രേ, അവര് പെട്ടെന്ന് പോയത് വെള്ളം കൊണ്ട് വന്നപ്പോഴത്തേനും? അല്ല, അത് പിന്നെ അവർക്ക് എന്തെങ്കിലും ധൃതി കാണുമായിരിക്കും. ഒരുപക്ഷെ വല്ല കള്ളന്മാരും ആണെന്ന് പറയാൻ പറ്റില്ലോ. വാടക വീട് അന്വേഷിച്ചാ വന്നേന്നൊക്കെ അറിഞ്ഞു കഴിഞ്ഞപ്പോ, രവിയേട്ടനും കൂടെ എവിടെ ഉള്ളതെന്ന് അറിഞ്ഞു കഴിഞ്ഞപ്പോ പെട്ടെന്ന് ചിലപ്പോൾ ഓടിപ്പോയതായിരിക്കും എന്നറിയാം. ഓ, അത് ശരിയല്ലേ. പെട്ടെന്ന് ചന്ദ്രമതി കഴിക്കുന്ന വെള്ളം കുടിക്കുകയാണ്. ഇതെന്താ നിനക്ക് ഇത്ര പരവേശമാണെന്ന് നിൽക്കും. എന്ത് ചെയ്യാനാ, ആ കണ്ണന്മാരുടെ പിടിയിൽ നിന്ന് നമ്മളെ രക്ഷപ്പെട്ടില്ലേ, അപ്പൊ അതിന്റെ ഒരു പരവേശമാന്ന് പറയാം. ഓ അങ്ങനെ. പിന്നീട് ചന്ദ്രമതി അകത്തേക്ക് അങ്ങോട്ട് കയറി പോവാണ്. അതിനുശേഷം മുറിക്കകത്ത് പോയി അലമാരി തുറന്നു. അതിനകത്ത് വെച്ചിരുന്ന 1,00,000 രൂപ, ആ പണം എടുത്തു. ഇത് എത്രയും പെട്ടെന്ന് ആ പലിശക്കാരന് കൊണ്ടേ കൊടുക്കണം. അന്നെങ്കിലും എനിക്ക് തനിക്കിനി ഒരു സമാധാനം ആവത്തുള്ളൂ. ഇല്ലെങ്കിൽ അയാളും അയാളുടെ ഗുണ്ടകളും മിക്കവാറും വീട്ടിൽ കയറി നിരങ്ങും. പാടില്ല. എത്രയും പെട്ടെന്ന് പോണമെന്നോർത്ത് ചന്ദ്രമതി പൈസയൊക്കെ എടുത്ത് ബാഗിനകത്ത് വെച്ച് പുറത്തേക്ക് ഇറങ്ങി വരുവാണ്. ഈ സമയം സച്ചി എന്ത് ചെയ്യാ, പൈസ എണ്ണുക. ഇത് കണ്ടുകൊണ്ട് രേവതി അങ്ങോട്ട് വന്നു. അല്ല, ഇതെന്താ പൈസയൊക്കെ എണ്ണിക്കൊണ്ടിരിക്കുന്നത്? ഇതാ ഫിനാൻഷ്യർക്ക് കൊടുക്കാനുള്ള പൈസയാ, ഇതങ്ങോട്ട് കൊണ്ടേ കൊടുത്തേക്കാം. ഇനിയിപ്പം വീട്ടിലിരുന്നിട്ട് കാര്യമില്ലെന്ന് പറയാം. ഇത് കേട്ട രേവതി പറഞ്ഞു, അല്ല ഞാനിവിടെ വരട്ടേന്ന് ചോദിക്കണം. അല്ല നീ എന്തിനാ വരുന്നേ? അല്ല, കുറെ ദിവസമായില്ലേ അമ്മേനെ കണ്ട്, അമ്മേനെ ഒന്ന് കണ്ടുവരാം, അമ്മേനെയും ദേവുവിനെ കണ്ടുവരാണെങ്കിലേ. ഓ അങ്ങനെ. അതാ സച്ചേട്ടാ ഇന്ന് ഓട്ടമില്ലെന്നല്ലേ പറഞ്ഞേ. അപ്പൊ എന്നെ വീടിന്റെ അവിടെ നിന്ന് ഇറക്കി വിട്ടാൽ മതി. അത് പെട്ടെന്ന് കണ്ടിട്ട് പെട്ടെന്ന് തിരിച്ചു പോകുന്നാളെന്ന് പറയാം. ശരി ശരി. അല്ല വേറൊന്നും ഇല്ലല്ലോ, വേറെ ഇടത്തും പോകണ്ടല്ലോ? വേറെ ഒരിടത്തും പോകണ്ട, എനിക്ക് അമ്മേനെ മാത്രം ഒന്ന് കണ്ടാൽ മതി എന്ന് പറയാം. എന്നാൽ പെട്ടെന്ന് റെഡി ആയിക്കോ, ഇപ്പൊ തന്നെ ഇറങ്ങാന്ന് പറയാണ്. അപ്പോഴേക്കും ചന്ദ്രമതി ഹാളിലേക്ക് വന്നിരുന്നു. ചന്ദ്രമതിനെ കണ്ടത് രവീന്ദ്രൻ ചോദിച്ചു, അല്ല നീ ഇതെങ്ങോട്ടാ ഒരുങ്ങി കിട്ടി? അല്ല അത് പിന്നെ എനിക്ക് ടൗണിൽ വരെ ഒന്ന് പോകണമെന്ന് പറയാം. ടൗണിൽ എന്തിനാ? അത് കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്, അതല്ലേ ഇപ്പൊ രവിയേട്ടനോട് പറയാൻ പറ്റുന്ന കാര്യമാണോ എന്നും പറഞ്ഞിട്ട് ചന്ദ്രമതി അങ്ങോട്ട് ഇറങ്ങുവാണ്. ശരി ശരി, പോയിട്ട് വരാൻ പറയാണ്. അങ്ങനെ ചന്ദ്രമതി ഇറങ്ങിയ പുറകെ രേവതിയും സച്ചിയും കൂടെ അങ്ങോട്ട് ഇറങ്ങി വരുവാണ്. അവരെ കണ്ടത് രവീന്ദ്രൻ ചോദിച്ചു, അല്ല നിങ്ങൾ എങ്ങോട്ടാ പോണേ? അല്ലച്ചാ, ഇവൾക്ക് വീട്ടിൽ വരുന്ന പോണെന്ന് പറഞ്ഞു. ഞാൻ ആ ഫിനാൻഷ്യയുടെ പൈസ കൊടുക്കാനായിട്ട് പോവാ. അപ്പൊ കൊടുക്കാൻ പോകുന്ന വഴിക്ക് ഇവളെ എവിടെയെങ്കിലും ഇറക്കി വിട്ടേക്കാൻ പറഞ്ഞു വീട്ടിലെ. അതാ. ഓ മോളെന്നാ പോയിട്ട് വാ, കുറച്ച് ദിവസമല്ലേ അവരെ കണ്ടിട്ട്. പെട്ടെന്ന് സച്ചി ചോദിച്ചു, അല്ല അമ്മ എന്ത് ചെയ്യാച്ചാന്ന് ചോദിക്കണം. അമ്മേതെ ഇപ്പൊ പുറത്തേക്ക് അങ്ങോട്ട് പോയതേ ഉള്ളൂ, സിറ്റിയിലേക്ക് അങ്ങോട്ട് പോണെന്ന് പറഞ്ഞിട്ട്. ഷോ, അപ്പൊ അച്ഛൻ തന്നെയല്ലേ ഉള്ളൂ, പിന്നെ എന്നെ ആരാടും കൂടെ പിടിച്ചോണ്ട് പോവല്ലേ ഉള്ളൂ, നിങ്ങൾ പോയിട്ട് പോവാ മക്കളെന്ന് പറയണേ. അങ്ങനെ അവർ രണ്ടും കുട്ടിയും കൂടെ അങ്ങോട്ട് ഇറങ്ങിപ്പോവാ. ഗേറ്റിന്റെ അവിടെ ഇറങ്ങി നിന്നപ്പോഴത്തേന് ചന്ദ്രമതി അവിടെ നിൽക്കുന്നുണ്ട്. അമ്മ സിറ്റിക്കാന്നല്ലേ പറഞ്ഞേ, എന്നാ അമ്മേനെയും കൂടെ കയറ്റിക്കൊണ്ട് പോയാലോ? പെട്ടെന്നാണ് ചന്ദ്രമതി തിരിഞ്ഞു നോക്കിയത്. ഇവരെ കണ്ടത് ചന്ദ്രമതിയിൽ ഉള്ളൊന്ന് കാളി. ദൈവമേ, പെട്ടുപോയല്ലോ, ഇനിയിപ്പോ എന്ത് ചെയ്യും? ഇവരെങ്ങാനും കാറിൽ കയറാൻ പറഞ്ഞാൽ അതോടുകൂടി തീർന്നു. ചന്ദ്രമതി മൈൻഡ് ചെയ്യാതെ അങ്ങോട്ട് നടക്കുവാണ്. ഇനി അമ്മേനെ ഒന്നും വിളിക്കാൻ പോകണ്ട, ഇപ്പൊ തന്നെ കണ്ടില്ലേ അമ്മ നമ്മളെ കണ്ട് മൈൻഡ് ചെയ്യാതെ അങ്ങോട്ട് പോകുന്നത്. എന്തോ ഒരു കള്ളത്തരം ഉണ്ടെന്ന് തോന്നുന്നു. അല്ലെങ്കിൽ മിക്കവാറും കാറെ വന്ന് കയറേണ്ടതായിരുന്നു. അപ്പൊ എന്തോ നമ്മളെന്ന് ഒളിക്കാൻ ശ്രമിക്കുന്നുണ്ടെന്ന് പറയാം. എന്തേലും ആയിക്കോട്ടെ, സച്ചേട്ടൻ അതൊന്നും നോക്കാൻ പോകണ്ട എന്ന് പറയാം. പിന്നീട് ചന്ദ്രമതി ഓട്ടോയ്ക്ക് വേണ്ടി വെയിറ്റ് ചെയ്യണം. അങ്ങനെ ഓട്ടോ വന്നു കഴിഞ്ഞപ്പോൾ ഓട്ടോയിലേക്ക് കയറി. അതിനുശേഷം ഭാമേനെ വിളിക്കുകയാണ്. ഭാമേനെ ഇവിടെ സംസാരിക്കുകയാണ്. അതെ, നീ വരുന്നുണ്ടോന്നൊക്കെ ചോദിച്ചിട്ടുണ്ട്. അപ്പൊ ഭാമ പറഞ്ഞില്ല, ഞാൻ വരുന്നില്ല എന്ന് പറയണം. നീയും കൂടെ ഉണ്ടായിരുന്നെങ്കിൽ ഒരു ധൈര്യം ഉണ്ടായിരുന്നൊക്കെ പറയണം. ശരിയെന്ന് പറഞ്ഞിട്ട് ഭാമ കോള് വെക്കുകയാണ്. അപ്പോഴാണ് ശരത്ത് തന്റെ കൂട്ടാന്റെ അരിയിലേക്ക് എത്തിയത്. കൂട്ടാന്റെ അടുത്ത് എത്തിയിട്ട് പറഞ്ഞു, ഞാൻ പറഞ്ഞൊക്കെ ഓർമ്മയുണ്ടല്ലോ. അതെ, എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടുണ്ട്, എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ലായിരുന്നു ചേട്ടാ, ഒന്ന് ഓർത്ത് നോക്കിയേ. ഒരു തെറ്റും ചെയ്യാതെയാ അന്ന് എന്നെ വീട്ടിൽ വിളിച്ചു വരുത്തിയിട്ട് 1,00,000 രൂപ അടിച്ചു മാറ്റിയെന്ന് പറഞ്ഞ് എന്റെ കർണത്തടിച്ചു വിട്ടെ. അതെനിക്ക് മറക്കാൻ പറ്റുന്നില്ലെന്ന് പറയാ. എടാ മോനെ, ഇവിടെ നീ എന്തിനാ സങ്കടപ്പെടുന്നത്? നീ ഒരു തെറ്റും ചെയ്തിട്ടില്ല. അങ്ങനെ ഒരു തെറ്റും ചെയ്യാൻ നീ ശിക്ഷിക്കപ്പെടുമ്പോ അതിനുള്ള തിരിച്ചടി കൊടുക്കണ്ടേന്ന് ചോദിക്കും. എന്ത് തിരിച്ചടി? അതൊക്കെ എന്താന്ന് ഞാൻ പറയാന്ന് പറയാ. അല്ല എങ്ങനെ തിരിച്ചു കൊടുക്കാന്നാ? നീ എന്നോടൊപ്പം നിന്നാ മാത്രം മതി, നീ കേറാൻ പറയണം. അങ്ങനെ ശരത്തിനെയും കൂടെ കൂട്ടി അവനങ്ങോട്ട് ബൈക്ക് എടുത്തിട്ടും കൂടെ പോവാണ്. ഈ സമയം ചന്ദ്രമതിയുടെ ഓട്ടോറിക്ഷ എന്ത് ചെയ്യാണ്, നേരെ ഓപ്പോസിറ്റ് വരുന്നുണ്ട്. അപ്പൊ ഓട്ടോക്കാരൻ പെട്ടെന്ന്, അത് മാഡം ഇവിടെ വരെ എത്തിയപ്പോഴത്തേന് ഓട്ടോയ്ക്ക് എന്തൊരു കംപ്ലൈന്റ് തോന്നുന്നുണ്ട്, ഒരു മിനിറ്റ് ഞാൻ ഒന്ന് ഇറങ്ങി നോക്കട്ടെ എന്ന് പറയാണ്. അങ്ങനെ ഇറങ്ങി നോക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഇറങ്ങി നോക്കിയിട്ട് അയാൾ എന്ത് ചെയ്യുവാണ്, അവിടേക്കൊരു ബൈക്ക് വന്നു. ആ ബൈക്കിലേക്ക് നോക്കുകയാണ്. എന്നിട്ട് കൈയും കൊണ്ട് എല്ലാം ഓക്കെ ആണെന്നുള്ള രീതിയിൽ ഡണ്ണെന്നുള്ള രീതിയിൽ കാണിക്കുകയാണ്. ആ ബൈക്കിനകത്ത് ഉണ്ടായിരുന്ന ശരത്തിന്റെ കൂട്ടുകാരനൊക്കെയാണ്. അപ്പൊ ചന്ദ്രമതി പതുക്കെ ഓട്ടോയിൽ നിന്ന് ഇറങ്ങുവാണ്.
ഓട്ടോ കംപ്ലൈന്റ് ആന്ന് പറഞ്ഞു. ഇനി എങ്ങനെയാലും നടന്നാണെങ്കിലും പോയേ പറ്റുള്ളൂ എന്ന് ഓർത്തുകൊണ്ട് ഓട്ടോയിൽ അങ്ങോട്ട് ഇറങ്ങുവാണ്. അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെ എന്ന് കണ്ടത്. ഇതിന്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് വൈകുന്നേരത്തെ പ്രമോയി വരാം കേട്ടോ. അപ്പൊ ഒരിക്കൽ കൂടി എല്ലാവർക്കും നല്ലൊരു രാത്രിയല്ല, സോറി, എല്ലാവർക്കും ഒരിക്കൽ കൂടി നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി.